ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 6ാമത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് വെള്ളപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത്. സ്നാക്കായിട്ട് നമ്മൾ പഴംപൊരിയാണ് തയ്യാറാക്കുന്നത്. പഴംപൊരിയുടെ പരിപാടി കഴിഞ്ഞ ശേഷം നമ്മൾ ജ്യൂസിൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് വത്തക്ക വെള്ളവും പൈനാപ്പിൾ ജ്യൂസുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് വത്തക്ക വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. ഒരു പാത്രത്തിലേക്ക് വത്തക്ക ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചധികം മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അടുത്തതായി നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കിയ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തെടുക്കാം. അതിനുശേഷം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത പൈനാപ്പിൾ ജ്യൂസ് അരിച്ചെടുത്ത് നമ്മൾ ഈ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇതേ സമയം ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പഴംപൊരിയും ബീഫുള്ള കോമ്പിനേഷനാണ് നമ്മുടെ സ്നാക്സ്. അപ്പോൾ ഏകദേശം ബാങ്ക് എടുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം സെറ്റാക്കി വെക്കുകയാണ്. നമ്മുടെ ബീഫും പഴംപൊരിയുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നോമ്പുതുറയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അയിനു വന്നിട്ടുണ്ടായിരുന്നു. അവൾ നല്ല കളിയിലാണ് കേട്ടോ. അവൾക്കൊരു പാട്ടിട്ട് കൊടുത്താൽ മതി, അവൾ ഇങ്ങനെ നല്ല ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.